എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെയാ അവള് മുന്നോട്ട് പോകുന്നത്. ആരാ കുഞ്ഞിച്ചി? അല്ല, എന്താ ഇപ്പൊ ഉണ്ടായേ? എന്താ അവളുടെ ലക്ഷ്യമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവൾക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാം. അത് വെച്ച് ബ്ലാക്ക് മെയിലിംഗ്, അതാ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ നമ്മളെ അടുത്തറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും. അല്ല, കുഞ്ഞിച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. അതാ ഞാൻ ചോദിച്ചത്, വീട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. ഈ അകന്നു നിൽക്കുന്നവർ വല്ലാതെ അടുക്കുമ്പോഴും ഈ വല്ലാതെ അടുത്തു നിന്നവർ അകലുമ്പോഴും നമ്മൾ അവരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം നമ്മളെ തകർക്കാനുള്ള എന്തെങ്കിലും ഒരു ചതി അവരുടെ ഉള്ളിൽ കാണും. അല്ല കുഞ്ഞിച്ചി, അവരെന്ത് രഹസ്യം പറയുന്നു പറയുന്നേ? നമുക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം. അതാ എന്നെ വിളിക്കുന്നവള് പറയുന്നത്. പപ്പി എന്റെ മോളാണെന്നുള്ള ആ സത്യം. കുഞ്ഞിച്ചി, ഇതെങ്ങനെ അവള് മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ചതിക്കാൻ തയ്യാറായി നമുക്ക് ചുറ്റും ആളുള്ളപ്പോ ചതിക്കപ്പെടാൻ എത്ര നേരം വേണം? അവളിത് സത്യാമ്മയെ അറിയിക്കുമെന്ന ഭീഷണി മുഴക്കുന്നത്. കുഞ്ഞിച്ചി, എല്ലാം കലങ്ങി തെളിയാൻ സമയമായെന്ന് തോന്നുന്നു. സത്യങ്ങൾ എന്നായാലും പുറത്തു വന്നേ പറ്റൂ. ഒരുപക്ഷെ അതിനുള്ള വഴിയായിരിക്കും ഇത്. അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? അതിനുവേണ്ടിയാണോ എന്റെ വിഷ്ണുവേട്ടനിൽ നിന്ന് പോലും ഞാനത് മറച്ചു വെച്ചത്? ഇത് സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതോടെ തീരും. പിന്നെ എന്നെപ്പോലെ നീയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും. പിന്നെ രോഗത്തിന്റെ അവസ്ഥ പോലും എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞ് എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. കുഞ്ഞിച്ചി, എനിക്ക് വേണ്ടി എന്റെ കുഞ്ഞിച്ചി ഇനിയും ത്യാഗം ചെയ്യരുത്. ഓരോ നിമിഷവും അത് ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയാനേ എനിക്കിപ്പോ കഴിയുന്നുള്ളൂ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് എന്റെ കുഞ്ഞിച്ചിക്ക് വേണ്ടി ജീവിക്കണം. ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ സ്വാർത്ഥതയെ ശപിച്ചുകൊണ്ട് തന്നെയാ. അങ്ങനെ ഇനി ജീവിക്കാൻ എനിക്ക് വയ്യ. മറ്റാരെങ്കിലും സത്യാമ്മയുടെ സത്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളായിട്ട് പറഞ്ഞറിയിക്കണം. വരുന്നത് പോലെയൊക്കെ വരട്ടെ, അനുഭവിക്കാം. ഇറക്കി വിടുവാണെങ്കിൽ ഇറക്കി വിടട്ടെ. നമ്മുടെ അമ്മയില്ല ഇവിടെ, കുടുംബശ്രീ ഹോട്ടലില്ലേ,